ആദ്യത്തെ അടിക്ക് തന്നെ സകല കിളിയും പാറില്ല ഉടച്ചോനെ. പക്ഷെ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ച് വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ആശയങ്ങളെ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. ആണോ എന്നുള്ളതല്ല ചോദ്യം. ഒരു കളയാനുള്ളതാണ് ആണോ എന്നല്ല താൻ ചോദിച്ചത്. എനിക്ക് എന്തോ ഇഷ്ടമാണ്, എനിക്ക് എന്തോ ഇഷ്ടമാണ് ചാന്ത് വിട്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണെന്ന് ഒരൊറ്റ വീഡിയോ കണ്ടാൽ മാത്രം മതി. അവന് ശരിക്കും എന്ത് പറ്റിയാണ് പക്ഷേ നേരത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായതിന്റെ ഷോക്കാ കുട്ടി. തങ്കക്കിനാക്കൾ തൻ സാഫല്യമായി ഒരു നല്ല മാല ഞാൻ കോർത്തു തരാം. ഭാരതം പോലെയുള്ള നാട്ടിൽ 5 നേരം ഈ കോളാമ്പിയിലൂടെ അള്ള അല്ലാണ്ട് വേറെ ദൈവം ഇല്ല എന്ന് വിളിച്ചു പറയുന്നത് മതം നിന്നല്ലേ എന്ന ചോദ്യം ഇന്ന് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു കൊടുത്ത മറുപടി എന്നാന്നോ? ക്രിസ്ത്യാനികൾ പറയാറുണ്ടല്ലോ യേശു അല്ലാതെ വേറെ രക്ഷകനില്ല, യേശു അല്ലാതെ വേറെ രക്ഷകനില്ല. എന്റെ പൊന്നുസ്തു, ചേട്ടാ ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇന്ന് വരെ ഈ കേരളത്തിൽ എന്നല്ല ഓൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വലിയ കോളാമ്പി മൈക്ക് കെട്ടിവെച്ച് ക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷകനില്ല എന്ന് ഒരാളും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ. മനുഷ്യന് രക്ഷ കിട്ടുകയില്ല. രക്ഷ കിട്ടുവാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. മാനവജാതിക്കു വേണ്ടി കാൽവറിയിൽ മരിച്ച, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഈ കേരളത്തിൽ എന്നല്ല ഓൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വലിയ കോളാമ്പി മൈക്ക് കെട്ടിവെച്ച് ക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷകനില്ല എന്ന് ഒരാളും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പ്രാശന്യകൻ, പ്രശ്നം വെക്കുന്നവൻ, കൈനോട്ടക്കാരൻ, ആവിചാരക്കാരൻ, വെളിച്ചപ്പാട്, ശുദ്രവിദ്യക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അച്ചോ ആരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്നൊരു ദൈവമല്ലാതെ, യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊന്നുമില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. നീ എന്റെ ഇടനെഞ്ചിൽ ചായുന്ന നേരം ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. ഇങ്ങനെ സൗന്ദര്യത്തിനെ കണ്ട